സുഹൃത്തുക്കളെ, സിറിയയിൽ ആഭ്യന്തര യുദ്ധം വീണ്ടും മൂർച്ഛിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇറാൻ്റെ ഭാഷയിൽ അവർ ആരാണ്, ഇസ്രായേലിൻ്റെ ഭാഷയിൽ അവർ ആരാണ്, അമേരിക്കയുടെ ഭാഷയിൽ അവർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇത് അൽ ജസീറയാണ്. അപ്പോൾ അപ്പോൾ ഇതിൽ മാപ്പ് കാണിക്കുന്നത് സിറിയയുടെ മൊത്തം മാപ്പാണ്. ഇത് ഗോലൻ ഹൈറ്റ്സ്, ഇത് ഇസ്രായേലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ചുവപ്പിലുള്ളത് സിറിയൻ ഫോഴ്സാണ്. ഇത് അതർ റിബൽസ്. ഇപ്പോൾ ഇവിടെയാണ് ഇതിൽ ഈ ലൈറ്റ് പച്ചയിലാണ്. ഇപ്പോൾ ഈ പ്ലെയിൻ പച്ച മുമ്പേ അവർ കൺട്രോൾ ചെയ്തിരുന്നതാണ്. ഈ ആലപ്പോ അടങ്ങിയ ഹമ പിടിച്ചടക്കിയിട്ടില്ലെന്ന് തോന്നുന്നു, പിടിച്ചടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വരയുള്ള പച്ചയാണ് ഇപ്പോൾ ഇവർ സിറിയൻ ഗവൺമെൻറ് കയ്യിൽ നിന്നും കീഴടക്കിയിട്ടുള്ളത്. പിന്നെ ഈ കറുത്തത് ഇത് ഐസിസ് എന്നുള്ള ഇസ്ലാമിക മുഹമ്മദ് നബിയുടെ കാലത്തുള്ള യഥാർത്ഥ ഭീകര പ്രസ്ഥാനം. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലെ ഇസ്ലാം തിരിച്ച് കൊണ്ടുവന്നത് നമ്മുടെ അമേരിക്ക, പിന്നെ അമേരിക്കയുടെ അജ്ഞാനവർത്തികളായ സൗദി, വഹാബിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇസ്ലാമിക തീവ്രവാദം കയറ്റുമതി ചെയ്തത് അമേരിക്കൻ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ കേരളത്തിലെ MM അക്ബർ പോലെയുള്ള വഹാബികൾ, അപ്പോൾ ഇവരും അമേരിക്കയും ഒക്കെ ഒരു പക്ഷത്താണ്. സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള ലൈറ്റ് ഇസ്ലാമിനെ തകർത്ത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ ഉപ്പാപ്പയെന്നും എൻ്റെ ഉമ്മ പറയാറുണ്ട്, ഉപ്പാപ്പയെന്നും പള്ളിക്ക് പോകാത്തൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള വെറും മുസ്ലിംകളായിരുന്ന ആളുകളെ ഈ ഭീകരരായ മുസ്ലിങ്ങളാക്കി മാറ്റുന്നതിൽ ഈ സൗദി, അമേരിക്കൻ ഫണ്ടഡായ അമേരിക്കൻ ആജ്ഞാനുവർത്തികൾ ഭരിക്കുന്ന, അമേരിക്കൻ പപ്പറ്റുകൾ ഭരിക്കുന്ന സൗദി ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാർ. അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് കാരണക്കാർ. ഇപ്പോൾ ഇന്ത്യ വിഭജനത്തിന് കാരണമായത് ജിന്ന പോലെയുള്ള വർഗീയ RSSകാരൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ ജിന്ന എന്ന് പറയുന്നത് വെറും ഒരു കൊളോണിയൽ അടിമയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊന്നും ജിന്നക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. വർഗീയവാദികളൊക്കെ തമ്മിലടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ നാട്ടിലെ മിക്ക മത നേതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതേപോലെയുള്ള ഇന്ത്യയും ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനുള്ള, ഈസ്റ്റ് പാകിസ്ഥാനെ മോചിപ്പിക്കാനുള്ള സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്നതൊക്കെ അമേരിക്കയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരുപാട് F-25, F-15 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അമേരിക്കൻ ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അമേരിക്കൻ അടിമകളാണ്. കാരണം അവിടെ അണുവായുധങ്ങളുണ്ട്, അവിടുത്തെ മിലിറ്ററിയൊക്കെ അമേരിക്ക നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ റഷ്യയെ USSRനെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അമേരിക്കക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹില്ലരി ക്ലിൻ്റനെ പോലെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇറാഖ് തകർത്തതും അവിടെ നിന്നാണ് ഈ ISILൊക്കെ ഉണ്ടായിട്ട് വരുന്നതൊക്കെ. ഇപ്പോഴും സിറിയയിൽ ISIL ഉണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് ആ വിവരം കിട്ടുന്നത്. പിന്നെ കുർദിഷ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ്, ഈ കുർദുകൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് രാജ്യമില്ലാത്ത ആൾക്കാരാണ് ഈ കുർദുകൾ. അപ്പോൾ ഇവർ ഇറാഖിലും ഇപ്പോൾ അവർക്ക് ഓട്ടോണമസ് പദവിയുണ്ട്. സിറിയയിലും അവർക്ക് സിറിയയിൽ ഓട്ടോണമസ് പദവി കൊടുത്തതാണോ അവർ കൈകൊണ്ട് വാങ്ങിയതാണെന്ന് എനിക്കറിയില്ല. അത് ഇതിൽ കാണിക്കുന്നുണ്ട്, അവരുടെ ഡയറിയിലാണ്. പിന്നെ തുർക്കിയിലും ഈ കുർദിഷ് ആളുകളുണ്ട്. അപ്പോൾ അവിടെ അതിനെ അടിച്ചമർത്തുന്നൊക്കെ ഉണ്ട്. ഇന്ത്യ കാശ്മീരിലൊക്കെ ചെയ്യുന്ന പോലെ ബലമായിട്ട് അടിച്ചമർത്തുന്നുണ്ട്. പിന്നീട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. അത് വേറെ ഒന്ന്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ മിക്ക കാര്യങ്ങളിലും അവർക്കൊരു സമ്പൂർണ്ണ അധികാരം ഉണ്ടാകും എന്നാണ് ഓട്ടോണമസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യമല്ലെങ്കിലും അവർക്ക് എല്ലാ കൺട്രോളും ഉണ്ട്. അവരുടെ കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 370 എന്നുള്ള കാശ്മീരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് BJP ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. അതേപോലെ എന്തായാലും ഇറാഖിൽ ഈ കുർദുകൾക്ക് ഓട്ടോണമസ് പദവിയുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും സ്വയം തീരുമാനിക്കാം, മറ്റുള്ളവർക്ക് കയറി ഇടപെടുന്നില്ല. പിന്നെ തുർക്കിഷ് അലൈൻഡ് റിബൽ ഫോഴ്സസ്, തുർക്കികൾ സഹായിക്കുന്ന റിബൽ ഫോഴ്സസുകൾ വേറെയുണ്ട്. അത് തുർക്കി മറ്റുള്ള രാജ്യങ്ങളിൽ കയറി ഇടപെടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ അൽ ജസീറയും റിബൽസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറാൻ്റെ ന്യൂസ് ഏജൻസി നോക്കി, അപ്പോൾ അവർ പറയുന്നത് ടെറർ ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ ഇവിടെയും CNN ഒക്കെ പറയുന്നത് അപ്പോസിഷൻ, എതിർ പാർട്ടി എന്നാണ്. ഇപ്പോൾ BBC പറയുന്നത് റിബൽസ് എന്നാണ്. ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ നോക്കാം. ഇവിടെയും ഇവരും റിബൽസ് എന്നാണ് പറയുന്നത്. ഇത് അൽ നുസ്ര ഫ്രണ്ടൊക്കെയാണ് ഈ റിബൽസ് എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സൗദിയുടെയും പിന്നെ ISISൻ്റെയും ഒക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരതയുടെ സൈൻ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് പക്ക ഏകാധിപത്യ ഭീകരവാദ ഒരു കൊടിയാണത്.
അതിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ആലീസ് ആരാണ്? തുർക്കി അലീഗഡ്, ഓക്കെ, ഖത്തർ അലീഗഡ്, ജുന്ദുൽ അക്സ, കണ്ട, ഇതും കാക്കസ് എനിക്ക് അതറിയുന്നില്ല. തുർക്കിഷ് ഇസ്ലാമിക്, ഇത് കണ്ട, ഇതിലും ഈ സാധനമുണ്ട്, ഇതിലും ഈ സാധനമുണ്ട്. ഇതേതാണാവോ? ഇറാഖ്, റഷ്യ. ഇവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നി ഷിയ എന്നുള്ളൊരു വിഭജിച്ച് കുഴപ്പമുണ്ടാക്കി മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അമേരിക്കയും ഇസ്രായേലും കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒന്നിച്ചു നിന്ന് ഒരാളോടും പൊരുതാൻ സാധിക്കില്ല. ഒരു കാര്യത്തിൽ നല്ലതാണത്. കാരണം ഇന്ത്യയിൽ ജാതിയും ഇസ്ലാമിക രാജ്യത്ത് ഷിയയും സുന്നിയും ഒക്കെ ഉള്ളത് നല്ലതാണ്. കാരണം എല്ലാവരും മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള മറ്റു മതക്കാർക്ക് അതൊരു വിഷയമായിട്ട് മാറും. മനുഷ്യരായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വർഗീയവാദികളാവുമ്പോൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാവുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. വർഗീയതയ്ക്കുള്ളിലെ വർഗീയത ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണം. പക്ഷേ മനുഷ്യരെന്ന നിലയിൽ ഒരുപാട് പാവങ്ങൾ വിഷമം അനുഭവിക്കുമല്ലോ, മരിക്കുമല്ലോ, നരകിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമാണ്. ഇന്ന് രാവിലെ ഞാൻ ആകെ അസ്വസ്ഥനായിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു യുദ്ധമുഖത്താണ് ഞാനുള്ളത്. അങ്ങനെ ആ യുദ്ധമുഖത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ബോംബ് പൊട്ടുന്നു. ഏത് നേരവും എൻ്റെ വീട്ടിലും ബോംബ് പൊട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ മരിക്കുന്ന കുട്ടികളുടെയും മനുഷ്യരുടെ കാലർച്ചകൾ, ബോംബിൻ്റെ ശബ്ദം. അപ്പം അങ്ങനെ ആകെ ഒരു ഭീകരാന്തരീക്ഷം. അങ്ങനെ ആകെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്നു. അപ്പോഴാണ് യുദ്ധത്തിൻ്റെ ഈ ഭീതിയും ആ ഒരു ഭീകരതയും ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കമൻട്രി പറയും പോലെ പറയാം. പക്ഷെ അത് യഥാർത്ഥ അനുഭവിക്കുന്നവരുടെ ജീവിതം, അവരുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം മതം എന്തോ പുണ്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനൊക്കെ കാരണം മതമാണ്. ഓക്കെ, അതിൽ മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. ഈ വ്രണമുള്ളത് കൊണ്ടാണ് അവിടെ ഈച്ചയിരിക്കുന്നത്, അല്ലേ? ഈ റഷ്യ യുക്രൈൻ സംഭവത്തിൽ ഇതേ കളി അമേരിക്കക്കാരും ഇവരൊക്കെ കളിക്കാൻ ശ്രമിച്ചു. റഷ്യയിൽ അവിടുത്തെ ഒരു മാൾ ആക്രമിച്ചിട്ട് ഭീകരവാദ ആക്രമണം നടത്തി. അത് ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് പറയാൻ അവിടെ ഒരു ശ്രമം നടത്തി. പക്ഷേ റഷ്യ അതിന് പ്രതികരിച്ചില്ല. റഷ്യക്കറിയാം ഇത് കളി, കാരണം അവർ ഈ കളി ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള കളികൾ, ഇങ്ങനെയുള്ള വഹാബികൾ 4 ഖുർആനായത്തൊക്കെ പറഞ്ഞാൽ അത് ആൾക്കാർ വിശ്വസിക്കുകയും തീവ്രവാദികളാകുകയും ചെയ്യുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അവിടെ അള്ളാഹുവും മുഹമ്മദും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ ഖുർആനും ഹദീസും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതേ സംഗതി ബൈബിൾ വെച്ച് ചെയ്താലും നടക്കും, തോറ വെച്ച് ചെയ്താലും നടക്കും. പക്ഷെ അതിന് ആളുകളില്ല, ഫണ്ടില്ല എന്നൊക്കെ ഉള്ളു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതേ ഈ ക്രൈസ്തവ ജൂത ഭീകരവാദികൾ മുസ്ലിങ്ങളെ വെച്ച് ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങൾക്കും വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. അതിനുള്ള മണ്ണ് അവരുടെ അടുത്തുണ്ട്. മതഗ്രന്ഥമുണ്ട്, ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആൾക്കാർ വേണം, ഫണ്ട് വേണം, നിരന്തരമായിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തണം. അതിനങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്രണം അത് ഉണക്കുക, കഴുകി കളയുക. അപ്പോൾ ഈച്ചകൾ വരില്ല. നമ്മൾ എത്ര ഈച്ച ആട്ടിയിട്ടും കാര്യമില്ല. വ്രണങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം, കുളിക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര ഈച്ച ആട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ എത്ര ഈച്ച ആട്ടിയിട്ടും കാര്യമില്ല, ഈച്ച വരും. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പണ്ടാര പറഞ്ഞ പോലെ തിരിയേണ്ടവന് തിരിയും, തിരിയാത്തവൻ നട്ടം തിരിയും. അപ്പോൾ ശരി.